ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കിയ ചിത്രമായിരുന്നു അമരൻ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 300 കോടിക്ക് മുകളിലാണ്. ഈ സിനിമയ്ക്ക് ശേഷം ധനുഷിനെ നായകനാക്കി ഒരു ചിത്രം രാജ്കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ OTT ഡീലിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളാണ് ചർച്ചയാകുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മമ്മൂട്ടി പൂർത്തിയാക്കി എന്ന റിപ്പോർട്ടുകളുണ്ട്. ചിത്രം ഒക്ടോബറിൽ പുറത്തിറങ്ങും. മമ്മൂട്ടി സർ കഥ കേട്ട ഉടൻ തന്നെ ഓക്കെ പറഞ്ഞു. മലയാളത്തിലെ ആർട്ടിസ്റ്റുകളെല്ലാം തമിഴ് വളരെയധികം ഇഷ്ടമാണ്. മമ്മൂട്ടിക്കും അങ്ങനെ തന്നെയാണ്. വളരെ പവർഫുള്ളായ റോളാണ് മമ്മൂട്ടിക്ക് D55-ൽ. അദ്ദേഹത്തിന്റെ സീനുകൾ കുറവാണെങ്കിലും വളരെ പവർഫുള്ളായ റോളാണിത്. എന്നാൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് മുമ്പൊരു അഭിമുഖത്തിൽ ജേർണലിസ്റ്റ് വെങ്കി പറഞ്ഞത്, ചിത്രത്തിൽ മമ്മൂട്ടിക്ക് 35 കോടി രൂപ പ്രതിഫലം നൽകാനായിരുന്നു ആദ്യ ധാരണ. എന്നാൽ ഈ പ്രതിഫലം മമ്മൂട്ടി നിരസിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇത്രയും വലിയ പ്രതിഫലം വേണ്ട എന്നായിരുന്നുവത്രേ മമ്മൂട്ടിയുടെ പ്രതികരണം. ഒടുവിൽ 24 കോടി രൂപയ്ക്ക് പ്രതിഫലമായി ഉറപ്പിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ഈ തീരുമാനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ അഭിനന്ദനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചിത്രത്തിൽ 45 കോടി രൂപയാണ് ധനുഷിന്റെ പ്രതിഫലനം. ചിത്രത്തിൽ നായികയായി എത്തുന്ന സായി പല്ലവിക്ക് 12 കോടിയാണ് പ്രതിഫലം. ശ്രീലീലയ്ക്ക് 3 കോടിയാണ് പ്രതിഫലം. ശ്രീലീല ചിത്രത്തിൽ ഏതാനും രംഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം. ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിയുടെ പ്രതിഫലം 15 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.